ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് റിവ്യൂ പെറ്റീഷൻ, നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക്, UN സിട്രാൽ, അപ്പാഷെ ഹെലികോപ്റ്റർ, CBIC. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിവ്യൂ പെറ്റീഷനെ കുറിച്ചാണ്. ഈ റിവ്യൂ പെറ്റീഷനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ റീസെൻ്റ്ലി സുപ്രീം കോടതി ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻ കോൺസ്റ്റിറ്റ്യൂഷണലി അലൗഡ് ആണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ജഡ്ജ്മെന്റ് പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരായിട്ട് ആ ഒരു വിധി പുനഃപരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് പെറ്റീഷൻസ് സുപ്രീം കോടതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 7 ജഡ്ജ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഈ റിവ്യൂ പെറ്റീഷൻ ഹിയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 1 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ റിവ്യൂ പെറ്റീഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 137 അടിസ്ഥാനത്തിൽ വരുന്നൊരു സംഗതിയാണെന്ന് മനസ്സിലാക്കുക. അതായത് സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു ഓർഡർ റിവ്യൂ ചെയ്യാൻ സുപ്രീം കോടതിക്കുള്ള അധികാരത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 137 പറയുന്നത്. അപ്പോൾ സുപ്രീം കോടതി ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റോ അല്ലെങ്കിൽ പാസ്സാക്കിയിട്ടുള്ള ഒരു ഓർഡറോ സുപ്രീം കോടതിക്ക് തന്നെ പിന്നീട് റിവ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ആർട്ടിക്കിൾ 337 പറയുന്ന ഈ ഒരു കാര്യത്തിൽ നിന്നാണ് റിവ്യൂ പെറ്റീഷൻ എന്നുള്ള ഐഡിയ വരുന്നത്. അപ്പോൾ ബേസിക്കലി റിവ്യൂ പെറ്റീഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുപ്രീം കോടതി എന്തിനാണ് അവരുടെ ഒരു ജഡ്ജ്മെൻറ്റ് ഓർഡറോ പിന്നീട് പുനഃപരിശോധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ജഡ്ജ്മെൻറ്റിനകത്ത് അല്ലെങ്കിൽ ആ ഓർഡറിനകത്തുള്ള ഒരു പാറ്റൻറ്റ് എറർ ഉണ്ടെങ്കിൽ, ഒരു പ്രധാനപ്പെട്ട ഒരു എറർ അതിനകത്തുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റിനകത്ത് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഇൻകോൺസിക്വൻഷ്യൽ ഇമ്പോർട്ടൻസ് ഉള്ള മൈനർ മിസ്റ്റേക്സ് ഉണ്ടാവും. അതൊരിക്കലും റിവ്യൂ പെറ്റീഷനിലൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക് ഈ ജഡ്ജ്മെൻറ്റിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അത് റിവ്യൂ പെറ്റീഷനിലൂടെ പുനഃപരിശോധിക്കാൻ പറ്റൂ. അപ്പോൾ ബേസിക്കലി ഈ പറയുന്ന റിവ്യൂ പെറ്റീഷൻ എന്ന് പറയുന്നത് വളരെ നാരോർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുടെ പേരിൽ മാത്രമേ കോടതി പരിഗണിക്കുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ആ ജഡ്ജ്മെൻറ്റിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ് ഓഫ് ലോയോ അല്ലെങ്കിൽ ഈ റെക്കോർഡിക്കലായിട്ടുള്ള എന്തെങ്കിലും എറേഴ്സോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ റിവ്യൂ പെറ്റീഷനൂടെ അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ റിവ്യൂ പെറ്റീഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അപ്പീലല്ല, അതായത് സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റിനെ ചോദ്യം ചെയ്യുന്നതല്ല. ആ ജഡ്ജ്മെൻറ്റിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്യുക മാത്രമാണ് റിവ്യൂ പെറ്റീഷൻ്റെ പർപ്പസ്. അപ്പോൾ ഒരിക്കലും ഈ കേസ് കോടതി പിന്നീട് കേൾക്കില്ല. അപ്പോൾ നമ്മൾ അപ്പീലിൻ്റെ കേസിലാണെങ്കിൽ ആ വിധി വീണ്ടും പൂർണ്ണമായിട്ടും പുനഃപരിശോധിക്കുകയും അല്ലെങ്കിൽ വീണ്ടും ആ കേസിനെ കുറിച്ചൊരു ഫ്രഷ് ലുക്ക് അല്ലെങ്കിൽ പുതുതായിട്ട് ആ കേസിനെ പുതിയൊരു പെർസ്പെക്റ്റീവിൽ കാണാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ റിവ്യൂ പെറ്റീഷൻ്റെ കേസിൽ അതല്ല സംഭവിക്കുന്നത്. ആ ജഡ്ജ്മെൻറ്റിനകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നാണ് ഈ പെറ്റീഷണർ പറയുന്നത്. അപ്പോൾ ആ പറഞ്ഞിട്ടുള്ള മിസ്റ്റേക്ക് മാത്രമായിരിക്കും സുപ്രീം കോടതി കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു ഗ്രേവ് എറർ ഉണ്ടെങ്കിൽ മാത്രമേ റിവ്യൂ പെറ്റീഷനിലൂടെ അത്, അല്ലെങ്കിൽ റിവ്യൂ പെറ്റീഷൻ്റെ പരിഗണനയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നേരത്തെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സിവിൽ പ്രൊസീജിയർ കോഡ്, അതുപോലെ തന്നെ സുപ്രീം കോർട്ട് റൂൾസ്, ഈ 2 കാര്യങ്ങൾ അനുസരിച്ച് ഈ സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റിനകത്ത് അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു ഓർഡറിനകത്ത് അഗ്രീവ്ഡ് ആയിട്ടുള്ള, അത് കാരണം അഫക്റ്റഡ് ആയിട്ടുള്ള, അതിനകത്ത് പരാതിയുള്ള ഏതൊരാൾക്കും സുപ്രീം കോടതിയുടെ ഒരു വിധിക്ക് എതിരായിട്ട് റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ആ കേസിനകത്തുള്ള പാർട്ടീസിന് മാത്രമല്ല. ഇപ്പോൾ അപ്പീലിൻ്റെയൊക്കെ കേസിൽ ഒരു കേസിൻ്റെ വിധി വന്ന ആ കേസിൻ്റെ വിധിയിൽ ആ കേസിനകത്ത് പാർട്ടീസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അപ്പീൽ ഫയൽ ചെയ്യാൻ പറ്റൂ. പക്ഷേ റിവ്യൂ പെറ്റീഷൻ എന്ന് പറയുന്നത് ആ കേസിലെ പാർട്ടീസിന് മാത്രമല്ല, പകരം ഏതൊരു അഗ്രീവ്ഡ് പേഴ്സണും ഈ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഈ റിവ്യൂ പെറ്റീഷൻ എന്ന് പറയുന്നത് ഈ ജഡ്ജ്മെൻറ്റ് വന്ന് 30 ദിവസത്തിനകത്ത് ഫയൽ ചെയ്യണമെന്നുള്ള ഒരു ടൈം ലിമിറ്റും കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിവ്യൂ പെറ്റീഷൻ്റെ കേസിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കൺസെപ്റ്റാണ് ക്യൂറേറ്റീവ് പെറ്റീഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കേസിൻ്റെ വിധി വന്നു, സുപ്രീം കോടതിയുടെ വിധി വന്നു, അതിനെ ഈ പറയുന്ന ഒരു എറർ അതിനകത്ത് ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാം. റിവ്യൂ പെറ്റീഷൻ തള്ളിക്കളഞ്ഞാൽ പിന്നെയുള്ള ഒരു അവസാനത്തെ ഓപ്ഷനാണ് ക്യൂറേറ്റീവ് പെറ്റീഷൻ എന്ന് പറയുന്നത്. ഈ ക്യൂറേറ്റീവ് പെറ്റീഷൻ എന്ന് പറയുന്നതും ആർട്ടിക്കിൾ 137 ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിവ്യൂ പെറ്റീഷനിന് ക്യൂറേറ്റീവ് പെറ്റീഷനുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്യൂറേറ്റീവ് പെറ്റീഷനെ കുറിച്ച് എക്സ്പ്ലിസിറ്റ്ലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഈ ആർട്ടിക്കിൾ 137 സുപ്രീം കോടതി 2002 റൂപ അശോക് ഖുറ കേസ് എന്ന് പറയുന്ന ഒരു കേസിനകത്ത് കൊടുത്തിട്ടുള്ള ഒരു ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷനിലൂടെയാണ് ക്യൂറേറ്റീവ് പെറ്റീഷൻ വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്കിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ NCRF കുറിച്ചാണ്. ഈ നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ പേജിനകത്ത് ഇപ്പോഴത്തെ UGC ചെയർമാൻ്റെ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്കിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ 2020 വന്നിട്ടുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഭാഗമായിട്ട് വരുന്ന നമ്മുടെ ഇന്ത്യയുടെ എഡ്യൂക്കേഷണൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് യൂണിയൻ ഗ്രാൻസ് കമ്മീഷൻ അല്ലെങ്കിൽ UGC
റെഗുലേഷൻ 2021 നോട്ടിഫൈ ചെയ്തിട്ടുള്ള UGC റെഗുലേഷൻ്റെ അടിസ്ഥാനത്തിൽ ഫ്രെയിം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രെയിം വർക്കിനകത്ത് ബേസിക്കലി ചെയ്യുന്നത് ഓരോ അക്കാദമിക് ഇയറിനെയും ഒരു നമ്പർ ഓഫ് അവേഴ്സ് ആയിട്ട്, അതായത് ഒരു സ്റ്റുഡൻറ്റ് ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ സ്റ്റുഡൻറ്റ് പഠിക്കുന്നതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന നമ്പർ ഓഫ് അവേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് അവേഴ്സ് ആയിട്ട് കണക്കാക്കിയിട്ട് ഈ പറയുന്ന ഈ ഓരോ അക്കാദമിക് ഇയറിനും ഒരു സെർട്ടൈൻ നമ്പർ ഓഫ് ക്രെഡിറ്റ്സ് അവാർഡ് ചെയ്യുന്നുണ്ടാവും. അതാണ് ബേസിക്കലി നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിം വർക്കിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രെഡിറ്റ് ആണ് കണക്കാക്കുന്നത് മനസ്സിലാക്കുക. സോ ബേസിക്കലി ഈ സ്കില്ലിങ്, റീസ്കില്ലിങ്, അതുപോലെ തന്നെ അപ്സ്കില്ലിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് ഈ നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിം വർക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനും അതുപോലെ തന്നെ 100% ലിറ്ററസി അച്ചീവ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് UN സിട്രാലിനെ കുറിച്ചാണ്. സോ UN സിട്രാലിനെ കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 9 ഒരു വാർത്തയുണ്ട്. അതായത് ക്രോസ് ബോർഡർ ഇൻസോൾവൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിയമത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. അപ്പോൾ അതിനകത്ത് UN സിട്രാലിനെ കുറിച്ച് ചില പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ UN സിട്രാൽ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ലോ എന്ന് പറയുന്നത് 1966 യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയുടെ ഒരു സബ്സിഡറി ബോഡിയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. സോ ബേസിക്കലി UN സിസ്റ്റത്തിനകത്ത് ഇൻ്റർനാഷണൽ ട്രേഡ് ലോയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർ ലീഗൽ ബോഡി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒന്നാണ് UN സിട്രാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ പർപ്പസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ മോഡേണൈസേഷൻ ആൻഡ് ഹാർമണൈസേഷൻ ഓഫ് റൂൾസ് ഓൺ ഇൻ്റർനാഷണൽ ബിസിനസ് എന്നുള്ളതാണ്. അതായത് ഇൻ്റർനാഷണൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റൂൾസ് അതിനെ മോഡേണൈസ് ചെയ്യുകയും അതുപോലെ തന്നെ ഹാർമണൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി UN സിട്രാലിനകത്ത് 60 മെമ്പേഴ്സാണ് ഉള്ളത്. അവരെ 6 വർഷത്തെ ടെന്യൂറിലേക്കാണ് ഇലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 60 മെമ്പേഴ്സിനെയും UN ജനറൽ അസംബ്ലിയാണ് ഇലക്ട് ചെയ്യുന്നത്. 6 ഇയേഴ്സ് ആയിരിക്കും ഓരോ മെമ്പറിൻ്റെയും ടെന്യൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള രാജ്യങ്ങൾക്കും റെപ്രസെൻറ്റേഷൻ വേണമെന്നുള്ള രീതിയിലാണ് ഈ 60 ആൾക്കാരെ ഇലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 60 മെമ്പേഴ്സിൽ 14 പേരെ ഏഷ്യയിൽ നിന്നും, 14 രാജ്യങ്ങളെ ആഫ്രിക്കയിൽ നിന്നും, 10 മെമ്പേഴ്സിനെ ലാറ്റിൻ അമേരിക്കയിൽ ആൻഡ് കരീബിയനിൽ നിന്നും, 8 മെമ്പേഴ്സിനെ ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്നും, 14 മെമ്പേഴ്സിനെ വെസ്റ്റേൺ യൂറോപ്പ് പ്ലസ് അതർ സ്റ്റേറ്റിൽ നിന്നുമായിട്ടാണ് ഇലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് അപ്പാഷെ ഹെലികോപ്റ്ററിനെ കുറിച്ചാണ്. അപ്പോൾ ഈ അപ്പാഷെ ഹെലികോപ്റ്ററിനെ കുറിച്ച് ഡിഫൻസ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് 2020 ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് ഒരു 6 അപ്പാഷെ ഹെലികോപ്റ്റേഴ്സ് ഇന്ത്യ US നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡെലിവറി ഈ ഡിസംബർ ആകുമ്പോഴേക്കും വരും എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 12 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ അപ്പാഷെ ഹെലികോപ്റ്റർ അല്ലെങ്കിൽ AH-64 എന്ന് പറയുന്നത് അമേരിക്കയിലെ ഡിഫൻസ് മാനുഫാക്ചറർ ആയിട്ടുള്ള ബോയിങ് എന്ന് പറയുന്ന കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന ഒരു അറ്റാക്ക് ഹെലികോപ്റ്റർ ആണെന്ന് മനസ്സിലാക്കുക. അറ്റാക്ക് ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ടാർഗറ്റ്സിനെതിരായിട്ട് ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് പ്രൈമർലി അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹെലികോപ്റ്റേഴ്സ് ആണ് അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ്. എക്സ്ക്ലൂസീവ്ലി അല്ല പറയുന്നത്, ജനറലി അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ടാർഗറ്റ്സിനെതിരായിട്ട് ആക്രമണം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഹെലികോപ്റ്ററാണ് ഈ അപ്പാഷെ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത്. ഇത് പണ്ട് കോൾഡ് വാർ ഒക്കെ നിലവിലുണ്ടായിരുന്ന സമയത്ത് 1970s തൊട്ടേ സർവീസിൽ എൻ്റർ ചെയ്തിട്ടുള്ള അമേരിക്കയിൽ US ആർമി സർവീസിലുള്ള ഒരു ഹെലികോപ്റ്ററാണ്. പക്ഷേ ഇത് ഒരുപാട് അപ്ഡേറ്റ്സ് വന്ന് ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേരിയൻ്റ് ആണ് അപ്പാഷയുടെ AH-64E എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ ഈ AH-64E ആണ് ഇപ്പോൾ ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് സിമിലർ ആയിട്ടുള്ള ഹെലികോപ്റ്റേഴ്സ് ഓൾറെഡി ഇന്ത്യൻ എയർഫോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് ഇത് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അപ്പാഷെ 64E ഗാർഡിയൻ എന്നുള്ള പേരിലും ഈ അപ്പാഷെ 64E ഹെലികോപ്റ്റേഴ്സ് അറിയപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇന്ന് ലോകത്തിൽ നിലവിലുള്ള സർവീസിലുള്ള ഹെലികോപ്റ്റേഴ്സിൽ, അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സിൽ വൺ ഓഫ് ദി മോസ്റ്റ് അഡ്വാൻസ്ഡ് അറ്റാക്ക് ഹെലികോപ്റ്റർ ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒന്നാണ് ഈ അപ്പാഷെ ഹെലികോപ്റ്ററുകൾ എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഹെലികോപ്റ്റർ കോർ എന്ന് പറയുന്നത് കുറച്ചു കാലം മുമ്പ് വരെ ഇന്ത്യയിലുള്ള ഈ അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് എല്ലാം തന്നെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അതെല്ലാം തന്നെ എയർഫോഴ്സിൻ്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ മിലിറ്ററിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന റിഫോംസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഇന്ത്യൻ ആർമിയിൽ ഗ്രാജുവലി ഒരു അറ്റാക്ക് ഹെലികോപ്റ്റർ വിങ് നമ്മൾ ഡെവലപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ആർമിക്ക് അത്തരത്തിലൊരു ഏവിയേഷൻ വിങ്, അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സിലൊരു ഏവിയേഷൻ വിങ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ LCH ഉണ്ട്. പ്രജൻഡ എന്ന് പറയുന്ന ഒരു അറ്റാക്ക് ഹെലികോപ്റ്റർ ഉണ്ട്. ഈ പ്രജൻഡ അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ആർമിയിലേക്ക് ഇൻഡക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രജൻഡ ഹെലികോപ്റ്ററുകൾക്ക് ശേഷം ഇന്ത്യൻ ആർമിയിലേക്ക് ഇൻഡക്ട് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ ടൈപ്പ് ഓഫ് അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് ആണ് ഈ അപ്പാഷെ എന്ന് പറയുന്നത്.
ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കേസാണ്. ഇപ്പോൾ ഇന്ത്യ US ഡിഫൻസ് കോർപ്പറേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂലൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ അപ്പാഷെ ഹെലികോപ്റ്ററുകളുടെ ഫ്യൂസലാജ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഹെലികോപ്റ്ററുകളുടെ ബോഡി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡും അതുപോലെ തന്നെ ബോയിങ്ങും കൂടി ചേർന്നിട്ട് 2016 ഒരു ടാറ്റ ബോയിങ് എയറോസ്പേസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ജോയിന്റ് വെഞ്ചർ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരാണ് ഈ അപ്പാഷെ ഹെലികോപ്റ്ററുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്യൂസലാജ് അല്ലെങ്കിൽ അതിൻ്റെ ബോഡി നിർമ്മിക്കുന്നത്. കുറച്ച് കാലങ്ങളും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഏതാനും വർഷങ്ങൾക്കകത്ത് ഈ അപ്പാഷെ ഹെലികോപ്റ്ററുകളുടെ ഫ്യൂസലാജ് നിർമ്മിക്കുന്ന ഒരേ ഒരു കമ്പനിയായിട്ട് ഇത് മാറാൻ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് ഇൻഡിജിനൈസേഷനകത്ത്, അതുപോലെ തന്നെ ആത്മനിർഭർ ഭാരത്, ഇന്ത്യ US റിലേഷൻസ്, ഇതിൻ്റെയൊക്കെ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് ഇതെന്ന് പറയുന്നത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് CBICയെ കുറിച്ചാണ്. അപ്പോൾ ഈ CBICയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 15 ഒരു വാർത്തയുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ CBIC അല്ലെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ CBIC എന്ന് പറയുന്നത് 1963 സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ ഇത് നേരത്തെ ഉണ്ടായിരുന്ന സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പുതിയ വേർഷനാണ് ഇതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് ഇത് അറിയപ്പെടുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് എന്നുള്ള പേരിലാണ്. നമ്മുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂവിൻ്റെ കീഴിലാണ് ഈ ഒരു CBIC പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്, ഇപ്പോൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കസ്റ്റംസ്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടീസ്, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, IGST, ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോളിസീസിൻ്റെ ഫോർമുലേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ലെവി കളക്ഷൻ, അതായത് ടാക്സിൻ്റെ ഇമ്പോസിഷൻ കളക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്യുന്ന ഒരു ജോലി. രണ്ടാമതായിട്ട് കസ്റ്റംസ്, സെൻട്രൽ എക്സൈസ്, സെൻട്രൽ ഗുഡ്സ് ആൻഡ് ടാക്സ്, IGST, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്മഗ്ലിങ്ങിൻ്റെ, കള്ളക്കടത്തിൻ്റെ പ്രിവെൻഷൻ, അതുപോലെ തന്നെ നാർക്കോട്ടിക്സ് നാർക്കോട്ടിക്സിൻ്റെ ഒക്കെ സ്മഗ്ലിങ്ങിൻ്റെ പ്രിവെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ CBICയുടെ അധികാര പരിധിയിൽപ്പെടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഇന്ത്യയിൽ വരുന്ന കസ്റ്റംസ് ഹൗസസ്, സെൻട്രൽ എക്സൈസ് ആൻഡ് സെൻട്രൽ GST കമ്മീഷണറേറ്റുകൾ, അതുപോലെ തന്നെ സെൻട്രൽ റവന്യൂ കൺട്രോൾ ലബോറട്ടറി, ഇതെല്ലാം തന്നെ CBICയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിൻ്റെ കീഴിൽ വരുന്നതാണ് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് ചാനൽസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.